നമസ്കാരം. ഒരു സൈഡിൽ കൂടെ മേനോൻ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലെ 18 ലക്ഷത്തിൽ പരം സ്ത്രീകളെ വഞ്ചിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 18 ലക്ഷത്തിൽ പരം സ്ത്രീകൾക്ക് ആരംഭിച്ച 1000 രൂപയുടെ ഒരു ക്ഷേമ പ്രവർത്തനം അങ്ങ് നിർത്തലാക്കിയിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. 18 ലക്ഷം പേർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സമ്പന്നരായിരുന്നില്ല. മഞ്ഞക്കാർഡിലും പിങ്ക് കാർഡിലും ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് വീടുകളിൽ 1000 രൂപ എത്തിച്ചു കൊടുക്കുന്നത്. 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മറ്റു വരുമാനമൊന്നുമില്ല. സർക്കാരിന്റെ ഒരു ക്ഷേമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് സ്ത്രീ സുരക്ഷ അവരുടെ ആവശ്യങ്ങൾക്ക് 1000 ഒരു വലിയ തുകയൊന്നുമല്ല. എന്നിരുന്നാലും അതിലേക്ക് അപേക്ഷിച്ചത് 18 ലക്ഷം പേരാണ്. അവരുടെ കൈവശം 1000 രൂപ ഇക്കഴിഞ്ഞ ജനുവരി മുതൽ വിതരണം ചെയ്തു തുടങ്ങിയതാണ്. ഒരു സൈഡിലൂടെ KSRTC സൗജന്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറു സൈഡിൽ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വീടുകൾ കുടുങ്ങിപ്പോയിട്ടുള്ള സ്ത്രീകളുണ്ട്. അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഏകദേശം 3000 കോടി രൂപ കഴിഞ്ഞ സർക്കാർ മാറ്റിവെച്ചിരുന്നത് ഒറ്റയടിക്ക് ആ 3000 കോടി ഇങ്ങ് എടുത്തിട്ട് 80 കോടിയാക്കി ചുരുക്കിയ ആ വിസ്മയം ഉണ്ടല്ലോ. കാര്യം ഈ ഓർഡിനറി ബസ്സുകളിലെ സൗജന്യം എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നുണ്ടല്ലോ എന്ന പേരിൽ വെറും 80 കോടി രൂപ വിതരണം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ സ്ത്രീകളുടെ കൈവശത്തേക്ക് എത്തിക്കൊണ്ടിരുന്ന 3000 കോടി രൂപ 18 ലക്ഷം സ്ത്രീകൾക്കും ചെറിയ ആവശ്യങ്ങൾക്ക് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ മേനോൻ മുഖ്യമന്ത്രിയോ അവരുടെ തറവാട്ടിലുള്ളവർക്കൊന്നും ഒരു വലിയ തുകയായിരിക്കില്ല. പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഈ മഞ്ഞക്കാടുകാർ അല്ലെങ്കിൽ പിങ്ക് കാർഡുകാർ എന്നൊക്കെ പറഞ്ഞാൽ 1000 രൂപ എന്ന് പറഞ്ഞാൽ അവർക്കത് പൊന്നെപ്പോലെയാണ്. ആ എമൗണ്ട് വെട്ടിച്ചുരുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ്? ആർക്കു വേണ്ടിയാണ് മേനോൻ മുഖ്യമന്ത്രി നിലകൊള്ളുന്നത്? സൗജന്യ യാത്ര സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചു. ഏത് സ്ത്രീകൾക്ക്? പ്രിവിലേജ്ഡ് ഉള്ള സ്ത്രീകൾക്ക്, അതായത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നവർക്കൊന്നും സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ലാത്തതാണ്. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യം എന്നുള്ള നിലയ്ക്ക് ആരെയും പുറത്താക്കാതെ നമ്മുടെ ആൾക്കാരെയും കൂടി അതിനകത്ത്, കാര്യം എന്ത് സേവനവും സൗജന്യങ്ങളും നമ്മൾ നൽകേണ്ടത് അർഹതപ്പെട്ടവർക്കാണ്. കാര്യം അവരാണല്ലോ ജീവിതത്തിന്റെ കയത്തിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്നവർ. ആ മനുഷ്യർക്ക് എത്തേണ്ട ആനുകൂല്യങ്ങൾ എല്ലാത്തരം ആൾക്കാരിലേക്കും, കാര്യം നമ്മുടെ കുടുംബത്തിലുള്ളവർ കൂടെ കിട്ടട്ടെ. നമ്മളെല്ലാം പ്രിവിലേജ് ആൾക്കാരാണെങ്കിൽ സൗജന്യത്തിൽ അവർ യാത്ര ചെയ്താൽ എന്താ, കഴിക്കൂ എന്നൊരു മനോഭാവമുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ആ ഒരു പദ്ധതിയോടൊപ്പം തന്നെ 1000 രൂപ ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ക്ഷേമത്തുകയായിട്ട് അവരുടെ കൈവശം എത്തിക്കൊണ്ടിരുന്ന ആ ഒരു തുകയെ ഒറ്റയടിക്ക് വെട്ടിച്ചുരുക്കിക്കൊണ്ട് 3000 രൂപ ലാഭിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വഗുരുജി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനമാണ്. ഇന്നലകളിൽ ഗ്യാസിന്റെ സബ്സിഡി കൊടുത്തിരുന്നത് പോലെയാണ്. ആ ഗ്യാസിന്റെ സബ്സിഡി 1000 രൂപ വാങ്ങിച്ചതിന് ശേഷം 400 രൂപ ഗ്യാസിന് എടുത്തതിന് ശേഷം സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നുള്ളൊരു വലിയ പ്രഖ്യാപനം നടത്തി. കാര്യം നേരിട്ട് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു എന്നായിരുന്നു വാഗ്ദാനം. എന്നിട്ട് പയ്യെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ അധികാരത്തിലെത്തി സ്ത്രീകൾക്ക് വിതരണം ചെയ്തു തുടങ്ങിയ തുക, ആ തുക ഒരു മുന്നറിയിപ്പുമില്ലാതെ അത് നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്? ഇവിടുത്തെ പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകളുടെ വീടുകളിലേക്ക് ഒരു 1000 രൂപ എത്തി അവരുടെ ജീവിത നിലവാരം ഒന്ന് ഉയരണ്ട എന്നുള്ളതാണോ മേനോൻ മുഖ്യമന്ത്രിയുടെ മനോഭാവം എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നോക്ക അവസ്ഥയിലുള്ള പാവങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു 1000 രൂപ കിട്ടുന്നതിൽ എന്താണ് പൂക്കി മുഖ്യൻ ഇത്ര വേദന എന്ന് ചോദിക്കുകയാണ്. കാര്യം ഇത് കുടുംബത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല. ഈ നാടിന്റെ ഖജനാവിൽ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ജനങ്ങളുടെ കൈവശത്തേക്ക് തന്നെയാണ് എത്തേണ്ടത്. ആ നിലയ്ക്ക് ജനങ്ങൾക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ കയ്യിൽ കൊടുക്കാതെ ആ 18 ലക്ഷം സ്ത്രീകളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളോട് നടത്തിയ കൊടിയ വഞ്ചനയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സർക്കാരിന്റെ പരിഗണനാ ലിസ്റ്റിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും എന്നുള്ള ഒരു മനോഭാവം ഇല്ല എന്ന് ആ 1000 രൂപ സ്ത്രീകളുടെ കൈവശം, ഒരു സൈഡിൽ സ്ത്രീകളെ വന്ദിക്കണം, സ്ത്രീകൾക്കുള്ള ആദരവാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീകളുടെ കൈകളിൽ എത്തുമായിരുന്ന 1000 രൂപ എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ല? ആ പദ്ധതി വെട്ടിച്ചുരുക്കിക്കൊണ്ട് 3000 കോടി രൂപ എന്തിന് നിങ്ങൾ പിടിച്ചു വയ്ക്കണം? ഇത് ഈ നാടിന്റെ നികുതി പണമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴത്തെ മേനോൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ആരുടെയും തറവാട്ടിൽ നിന്ന് എടുക്കുന്ന പണമല്ല. അതുകൊണ്ട് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് അത് കൊടുത്തു തുടങ്ങിയ ആ പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ട്. ആരുടെയും പേരിലല്ല, സ്ത്രീ സുരക്ഷ എന്ന പേരിൽ കൊടുക്കുന്ന 1000 രൂപയാണ്. അത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഈ നാട്ടിൽ ഒരു വിസ്മയവും നമ്മുടെ മേനോൻ മുഖ്യമന്ത്രി കാണിക്കേണ്ടതില്ല എന്ന് അഭ്യർത്ഥിക്കുകയാണ്.